ഹലോ യൂട്യൂബ്, എല്ലാവർക്കും എൻ്റെ ആദ്യത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇതൊരു ട്രാവൽ ആൻഡ് ലൈഫ് സ്റ്റൈൽ ബ്ലോഗ് ചാനലാണ്. ഇത് എൻ്റെ ആദ്യത്തെ ബ്ലോഗ്, ഒരു ട്രാവൽ വീഡിയോ ആണ്. ഇത് ഞങ്ങൾ ഇടുക്കിയിലോട്ട് പോകുന്ന ഒരു ഫസ്റ്റ് ഇടുക്കി ട്രിപ്പിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ ഈ ബ്ലോഗിലൂടെ കാണാൻ പോകുന്നത്. എന്നെക്കുറിച്ച് പ്രത്യേകം പറയാനായിട്ടൊന്നുമില്ല. ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു 1000കണക്കിന് ചെറുപ്പക്കാരിൽ ഒരാൾ, അത്രേ ഉള്ളൂ. ഇപ്പം ഞങ്ങളുടെ ട്രാവൽ ഇവിടെ തുടങ്ങിയാണ്. ഇവിടുന്നാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങൾ പത്തനംതിട്ട, എരുമേലി, കുട്ടിക്കാനം, ഇടുക്കി, ഇതാണ് റൂട്ട്. അപ്പോൾ ഞങ്ങൾ മീൻസ് എൻ്റെ 2 ഫ്രണ്ട്സും എൻ്റെ ബ്രദറും ഉണ്ട്. ഞങ്ങൾ 4 പേരായിട്ടാണ് ഈ ട്രിപ്പ് പോകുന്നത്, 2 വണ്ടി. എൻ്റെ പൊന്നു, മൊത്തം കേട്ടർ ഈ റോഡിൻ്റെ ഒരു അവസ്ഥ കണ്ടില്ലേ? നമ്മൾ ടാക്സി കൊടുത്ത് ഇതൊക്കെ നോക്കിയാൽ കൂടെ എന്തവസ്ഥയാണിത്. ഒരു ഓഫ് റോഡ് വണ്ടി ഇല്ലാതെ ഇപ്പം നമുക്ക് നമ്മുടെ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി. സമയം 6 മണിയായിട്ടുണ്ട്. മഴയാണ്, നല്ല മുട്ട മഴയാണ്. മഴ ഒരു കുറവുമില്ല. തണുപ്പാണെങ്കിൽ നല്ല തണുത്ത് വിറച്ച് വരുന്നുണ്ട്. ഗൈസ്, നമ്മൾ ഇടുക്കിലോട്ട് കയറി തുടങ്ങിയിട്ട് നല്ല പൊളിയല്ലേ. ഉണ്ട് നമ്മുടെ ഇവിടുന്ന് നമ്മുടെ വ്യൂ ഒക്കെ കൊണ്ട് തുടങ്ങുകയാണ്. എൻ്റെ ലെഫ്റ്റ് സൈഡ് കണ്ടില്ലേ? എൻ്റെ മോനെ പൊളി. അങ്ങനെ നമ്മളിതാ നമ്മുടെ ഇടുക്കി എന്ന സ്വർഗത്തിലേക്കുള്ള കല്ലും മണ്ണും പിന്നെ ഓഫ് റോഡിൽ നിന്ന് ഇറങ്ങിയ വഴികളിലൂടെ ഇത് എക്സ്പ്രസുമായി കയറി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ വണ്ടിയുടെ പവർ എന്ന് പറയുന്ന സംഭവം ഇവിടെയാണ് വരുന്നത്. നമ്മൾ കണ്ട ഈ കട്ടറും ഈ കുഴിയും കൊണ്ടും നമ്മുടെ വണ്ടിക്ക് ഒന്നും അല്ല. ഇതൊക്കെ എന്ത് ഇതിലും അപ്പുറം കിടക്കുന്നില്ലേ ഉള്ളൂ. ഇതൊക്കെ കണ്ട കയറിപ്പോകുന്ന പോക്ക് കണ്ടില്ലേ? നിങ്ങളിപ്പോൾ കണ്ട ഇതാണ് കുട്ടിക്കാനം ജംഗ്ഷൻ്റെ അവസ്ഥ. ഫുള്ള് മഞ്ഞാണ്, ബിൽഡിങ് പോലും കാണുന്നില്ല. ഇപ്പം അടുത്ത് നമ്മുടെ ഒരു 10 മീറ്റർ ദൂരം വരുന്ന വണ്ടി പോലും നമുക്ക് കാണുന്നില്ല. അടുത്ത് വരുന്നത് ഗൈസ്. അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തിയേക്കുന്നത് ഇവിടെ നമ്മുടെ ഇടുക്കിയിലുള്ള അഞ്ചുരുളി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെയാണ് അടിപൊളി വെള്ളച്ചാട്ടം. പിന്നെ ഡിപ്പി നടന്നു പോകുന്നുണ്ട്. ഇവിടെ വെള്ളം കയറി. ഇവിടെ വെള്ളം ഇല്ലാത്തൊരു സമയത്ത് കാണാൻ കുറച്ച് രസം നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഇയോബിൻ്റെ പുസ്തകം മറ്റേ നമ്മുടെ ഇടുക്കി ഗോൾഡ് മൂവിയിലൊക്കെ കുറേ സീൻസ് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. തിരിഞ്ഞു നോക്കണ പൊട്ട. ഞങ്ങളിപ്പോൾ കാൽക്കുമൗണ്ട് റീച്ച് ആയിട്ടുണ്ട്. ഇത് ഞങ്ങൾ കുറച്ച് അങ്ങനെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കി. ഫുള്ള് ചള്ളയാണ്, അവിടെ തെങ്ങുന്നുണ്ട്. മഴയുണ്ട്, ഫുള്ള് നനഞ്ഞ് കിടക്കും. എല്ലാം അങ്ങ് സ്ലിപ്പായി പോവാം.
അവനെ കീഴിലെ ഓഫ് റോഡ് ഇങ്ങനെ പോകുമ്പോൾ കിട്ടില്ല ഫീലാട്ടോ, കിട്ടില്ല ഫീല. വണ്ടി നല്ല കിട്ടിലായിട്ട് കയറി പോകുന്നുണ്ട്. വണ്ടിക്ക് നല്ല ഓഫ് റോഡ് എത്തുമ്പോഴത്തേക്ക് വണ്ടി നൈസായിട്ടും കയറി പോകും. കിടിലോ അടിപൊളി. ഇത് ഓടിക്കുമ്പോൾ കിട്ടില്ല ഒരു ഫീലുണ്ട്. പറയണോ എന്തായാലും മേളിലോട്ട് കയറി നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കണ്ടിട്ട് മുടിഞ്ഞ ഓഫ് റോഡാണ്. കയറുന്നുണ്ട്, ചെയ്യുന്നില്ല കയറി. പക്ഷെ ഭയങ്കര അല്ല കേട്ടോ, ഇത് കയറി പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ഭയങ്കര പാട്, ടയറ് പഞ്ചറായ പണി പാടും. അങ്ങോട്ട് ഇറക്കിയാലോ? $2,000 years later. കോമഡി ആയിപ്പോയി. എന്ത് സംഭവം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങോട്ട് കയറിയതിൻ്റെ ഇടയിൽ അങ്ങോട്ട് കയറ്റാൻ നോക്കിയത് മറ്റേ നമ്മൾ ആ മലയുടെ മണ്ടയിലോട്ട്. പക്ഷെ സംഭവം എന്ന് വെച്ചാൽ താഴെ ഒരു കൊക്കയായിരുന്നു. ഞാൻ അങ്ങോട്ട് കയറി ഫുള്ള് സ്ലിപ്പാവുന്നു. അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഫുള്ള് അവിടെ ഈ പുല്ല്, ഈ ചെടി, അത് ഫുള്ള് നനഞ്ഞടക്കുവാണ്ട് മൊത്തം തെന്നി മനുഷ്യൻ്റെ ഊപ്പാട് വന്ന് വണ്ടി അവിടെ കിടന്നെങ്കിൽ സ്കിഡാവും. ഒരു വഴിയില്ല, ടയർ കിടന്നെങ്കിൽ കറങ്ങി നോക്കും. പിന്നെ എൻ്റെ പാൻറ്റൊക്കെ നോക്കും, എൻ്റെ അമ്മ ഫുള്ള് ഡാർക്കായി. ഒരു വിധത്തിൽ അങ്ങനെ നൈസായിട്ട് ഇവിടെ പോകുന്നു. ഓഫ് റോഡ് കളിക്കാൻ പോയാൽ കൊക്കയും താഴോട്ട് മഞ്ഞയുണ്ട്, കൊക്കയൊന്നും കാണാത്തതാണ് സംഭവം. താഴോട്ട് വലിയ 2000 അടി കൊക്കയും കണ്ട. ഹലോ ഗായ്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് കാലിബ്രി ഗ്രൗണ്ട്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യത്തെ വീഡിയോ തന്നെ ഇടുക്കിയിലോട്ട് വരണമെന്ന്. കാരണം ഈ വീട്ടിൽ ഇരുന്ന് ഫുൾ ടൈം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും അങ്ങ് സ്റ്റാറ്റസായി. കൊറോണ ടൈം ആണെങ്കിൽ പോലും ഈ സമയത്തൊന്നും ഇറങ്ങാൻ പാടില്ല, ശരിയാണ് സത്യം. പക്ഷേ ഈ ടൈമിൽ പോലും ഫുൾ എല്ലാവരും അങ്ങ് സ്റ്റാറ്റസാണ്. നോക്കിക്കഴിഞ്ഞാൽ ഉളുപ്പുണ്ണി അത് ഇത് എന്ന് പറഞ്ഞ് ഫുൾ ഇടുക്കിയിലെ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ എല്ലാം കൂടെ കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ആദ്യം തന്നെ ഇടുക്കിയിലോട്ട് വരണമെന്ന് ആഗ്രഹം. അതുകൊണ്ട് തന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങ് ഇറങ്ങി. ഒറ്റ ദിവസത്തെ കാര്യം. ഞങ്ങൾ രാവിലെ ഇറങ്ങി, ഇന്ന് സാറ്റർഡേ ഇറങ്ങി. ഇന്ന് ഇറങ്ങി ഇന്ന് തന്നെ അങ്ങ് തിരിച്ചു പോകും. സ്റ്റേ ഒന്നും നിൽക്കുന്നില്ല. സ്റ്റേ ആണെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ കൊറോണ സീനൊക്കെ ആയതുകൊണ്ട് സ്റ്റേ ഒന്നും സെറ്റാവും. ആകെ മൊത്തം ഒരു ഷോന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു കാലാവസ്ഥ കൊണ്ട് ആർക്കാ സ്റ്റേ ചെയ്യാതെ പോകാൻ തോന്നുന്നത്? അടിപൊളിയല്ലേ, കിട്ടില്ലമാണ്. നമ്മളൊക്കെ പുറകെ വരുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയത്തില്ല. എൻ്റെ മോനെ എന്തായാലും കൊള്ളാം, അടിപൊളിയാണ്. ഇപ്പം ഇങ്ങനെ നടന്നു പോകുക. ഇത് എങ്ങോട്ടാന്ന് പറയത്തില്ല. ഇവിടെ ഇങ്ങനത്തെ കുറേ ചെടിയും മരമൊക്കെ കുറ്റി മരം. ഇവിടെ ഒരു വഴി കണ്ടു. അടാണ്ട് ഇവിടെ വഴി ഉണ്ടായിരുന്നടാ. എടാ അൽഫ, ഇവിടെ വഴി ഉണ്ടായിരുന്നടാ. മറ്റേ വഴി വന്നാൽ എനിക്കൊന്ന് ഇവിടെ വന്നേനെ. മറ്റേ വഴി അങ്ങോട്ട് കിടക്കുന്ന വഴി. അവിടെ നിന്ന് വണ്ടി കിടക്കുന്നത് 2 ഫോട്ടോ എടുത്ത പൊളിച്ചേനെ. എന്ത് വീഡിയോ എന്തിനാ ബ്ലോഗ് ചെയ്യണേ? എന്ത് പറഞ്ഞു? ഞങ്ങളിപ്പോൾ കാൽവരിക്കുന്നിലാണുള്ളത് ഗൈസ്. ഇത് കിടിലമാണ്. ഒരു ഓഫ് റോഡിന് ട്രൈ ചെയ്തു, പക്ഷെ ചീറ്റി പോയി. നിങ്ങളെ കണ്ടല്ലോ അത്. ഞങ്ങൾ നടന്നങ്ങോട്ട് പോവാ, വണ്ടി അവിടെ വെച്ചിട്ട് നടന്നു പോവാ. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും അറിയത്തില്ല. ഏതോ ഒരു കാട്ടിൻ്റെ അകത്തൂടെ പോവാ. നല്ല സ്ഥലമില്ല. കൊറോണയാണ്
ഞങ്ങളുടെ അൽഫമച്ചാൻ ബ്രെഡ് കൊണ്ടുവരുമായിരുന്നു. ബ്രെഡ് കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ബ്രെഡ്, ഏത്തക്ക, പൂവമ്പഴം എന്ന് പറഞ്ഞാൽ പല പച്ചക്കറി സാധനങ്ങളും കൊണ്ടുവന്നിരുന്നു. അത് ഒരു ചക്ക കയറ്റാൻ നോക്കുക. തിരിഞ്ഞു നോക്കി ചെറുതായിട്ട്, ചെരിഞ്ഞോണ്ടോട്, തിരിഞ്ഞു നോക്കിക്കൊണ്ട് ഓടാ. ഐഷേ ഡാൻസ് കളിച്ചോ? ഗൈസ്, അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ ചെയ്ത് സ്ഥലങ്ങളൊക്കെ കണ്ട് ഒരുപാട് സന്തോഷമായി. അങ്ങനെ മനസ്സങ്ങനെ നിറഞ്ഞു, ഹാപ്പിയാണ്. അപ്പം എന്തായാലും ഈ കൊറോണ സമയത്ത് ഇങ്ങനെ വരാൻ പറ്റിയ തന്നെ സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു ആശ്വാസം. കാരണം വീട്ടിലിരുന്ന് ഷോക്ക് അടിച്ചിരുന്ന് പ്രാന്ത് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഇറങ്ങിക്കൊണ്ട് ഇവിടെയൊക്കെ ഒന്ന് വന്ന് എൻജോയ് ചെയ്തിട്ട് അടിപൊളി. നിങ്ങൾ ഇതുപോലൊക്കെ പോകാൻ നോക്കുക. ട്രിപ്പൊക്കെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, ഇഷ്യൂയൊന്നും ഇല്ലാതെ 2-3 പേരൊക്കെ ചേർന്നിട്ട് നിങ്ങൾ പോയി എൻജോയ് ചെയ്യുക. ഈ ഒരു അവസ്ഥയിൽ ഇതൊക്കെയുള്ളൂ ആകെ ഒരു സമാധാനം. എന്തായാലും ഞങ്ങളുടെ ഈ ചെറിയ ബ്ലോഗ് ഇവിടെ തീരുകയാണ്. ഇനിയും ഇതിലും നല്ല വീഡിയോകളുമായി ഞാൻ വരുന്നതാണ്. ഇപ്പം തന്നെ ആദ്യത്തെ വീഡിയോയിൽ ഒരുപാട് പ്രശ്നങ്ങളും അത് ഇതൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. അതൊക്കെ ഞാൻ പരിഹരിക്കും. നല്ലതായിട്ട് ഇനി അടുത്ത വീഡിയോകളൊക്കെ ചെയ്യും. നിങ്ങളൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ബൈ.